ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ പപ്പായയും ബീട്രൂട്ടും എടുത്തത് 2 ടൈപ്പ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. സ്മെല്ലിനായിട്ട് വേറൊരു എസൻഷ്യൽ ഓയിൽസ് ഒന്നും ചേർക്കാതെ പിയേഴ്സ് സോപ്പിൻ്റെ ചെറിയ പീസാണ് ചേർക്കുന്നത്. പപ്പായ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നല്ല പേസ്റ്റായിട്ട് മിക്സിയിൽ തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾ ഫ്രഷ് ബീട്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്കിത് കുറച്ച് വാടിയതായതുകൊണ്ട് അതിൻ്റെ ജ്യൂസിന് വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് കിട്ടുന്നതാണ് നല്ലത്. അതും 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ സോപ്പ് ബേസ് ഞാൻ ഈ ഒരു വലിയ പീസ് 3 പീസാക്കിയിട്ട് അത് 2 പീസ് ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. പിയേഴ്സ് സോപ്പ് 4 പീസാക്കിയിട്ട് അതിൽ നിന്ന് 2 പീസ് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എടുത്തതാണ്. 2 പീസ് വെച്ച് ഇതുപോലെ ചെയ്തു. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. രണ്ടും, അതായത് നമ്മുടെ പിയേഴ്സും അതുപോലെ തന്നെ സോപ്പ് ബേസും നമുക്ക് ഒന്നിച്ച് തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നത് പപ്പായ ആണ്. ഇത് മെൽറ്റായതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് മെൽറ്റാക്കുക. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറക്കി വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പപ്പായ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ്. അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഫാസ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മുടെ സോപ്പ് ബേസ് സെറ്റായി പോവും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സോപ്പാണ് ഞാൻ ഇവിടെ പപ്പായ കൊണ്ടുണ്ടാക്കുന്നത്. 2 സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള അളവാണ് ആ ഒരു പീസ് സോപ്പ് ബേസ്. ഇത് രണ്ടിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സെയിം ചെയ്തതുപോലെ തന്നെ ബീട്രൂട്ടും ചെയ്യുകയാണ് എന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ട് സോപ്പ് ബേസും പിയേഴ്സും കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ചേർക്കുകയാണെങ്കിൽ പിയേഴ്സ് സോപ്പിൻ്റെ ആവശ്യമില്ല. എസൻഷ്യൽ ഓയിൽ മാത്രം ചേർത്താൽ മതിയാവും. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വെള്ളം ഒഴിക്കാതെ തന്നെ ജ്യൂസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാടിയ ബീട്രൂട്ടാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ജ്യൂസ് കിട്ടിയിട്ടില്ല. ഇതിലും ഞാൻ സെയിം പോലെ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ സോപ്പ് മോൾഡിലേക്ക് 2 മോൾഡിലേക്കും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ മതി ഇത് സെറ്റാവാനായിട്ട്. ഇനി സെറ്റായിട്ട് കാണിച്ചു തരാം. ഒരു പെർഫെക്റ്റായി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മാത്രമേ വേണ്ടി വരൂ നമുക്കിത് സെറ്റാവാനായിട്ട്. ഇനി നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് നമുക്ക് ഇളക്കി മാറ്റാം. ഇത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കി മാറ്റാൻ കിട്ടും. അടിപൊളി സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബായ്.